ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് ആരംഭിക്കുന്ന ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ്. അതെ, നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ സകലത്തെയും ആരാഞ്ഞറിയുന്നവനാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഭൂതം, ഭാവി, വർത്തമാന കാലഘട്ടത്തെ നന്നായി അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവൻ്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നു. 44-ാം സങ്കീർത്തനം അതിൻ്റെ 21-ാം വാക്യം വായിക്കുന്നു, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ദൈവം ഒരുവന്റെ ഉള്ളത്തെ ഉള്ളതുപോലെ അറിയുന്നവനാണ്. ഈ വചനത്തെ നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തെ ഒളിച്ച് നിങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ സകല നിനവുകളെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നീ രഹസ്യത്തിൽ കോൾ ചെയ്യുന്നത്, നീ രഹസ്യത്തിൽ ചാറ്റിംഗ് ചെയ്യുന്നത്, നീ രഹസ്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നീ രഹസ്യത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത്, ഇതെല്ലാം കർത്താവ് അറിയുന്നു. ആയതിനാൽ വാത്സല്യ ശ്രോതാവേ, ദൈവഹിതത്തിന് വിപരീതമായതൊന്നും നിന്നിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. കാരണം നിന്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവ് നിന്നെ ന്യായം വിധിക്കുവാനിടയായിത്തീരും. രണ്ടാമത്, ദൈവം തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു. നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം, ദൈവം തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു. അതായത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരുടെ ആവശ്യങ്ങളെ പ്രത്യേകം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നീ ദൈവസന്നിധിയിൽ പറയാത്ത കാര്യം പോലും ദൈവം അറിയുന്നു. നീ ചോദിക്കാത്ത വിഷയത്തിന് പോലും ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മറുപടി നൽകുവാൻ കഴിയും. തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ദൈവപ്രവൃത്തി കാണുവാൻ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് കുഞ്ഞേ, നിന്നെ ആരും അറിയാഞ്ഞിട്ടല്ല, നിന്റെ കടഭാരം ആരും കാണുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. നിന്റെ ശാരീരിക അസ്വസ്ഥതകൾ ആരും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. എനിക്കാരും ഇനി എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്റെ ഉള്ളം കലങ്ങരുത്. അല്ല, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് നിന്റെ കുടുംബ പ്രശ്നമാണെങ്കിലും, അത് നിന്റെ ഭാവി തലമുറയുടെ പ്രശ്നമാണെങ്കിലും, അത് നിന്റെ കടഭാരമാണെങ്കിലും, അത് നിന്റെ രോഗമാണെങ്കിലും, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. കാരണം തൻ്റെ സ്വന്തം രക്തം ഊറ്റിക്കൊടുത്താണ് യേശു കർത്താവ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത് എന്ന് നീ തിരിച്ചറിയണം. നീ അന്യനല്ല, നീ പരദേശിയല്ല, നീ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവനല്ല കുഞ്ഞേ. നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം അവൻ്റെ വിഷയം എന്തു തന്നെയായാലും അവന് വേണ്ടി ഇടപെടുവാനിടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമോ? എന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗം തയ്യാറാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആയതിനാൽ ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിച്ച്
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ വചനം കേട്ട ഒരാളെ പോലും കർത്താവെ കൈവിടപ്പെട്ടു പോകുവാനിടയാകല്ലേ. അവരുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ അവരുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ അങ്ങയുടെ രക്തം കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവത്തെ സഹായിക്കുന്ന ദൈവമാണല്ലോ അങ്ങ്. അങ്ങനെയെങ്കിൽ നിരവധി ആവശ്യങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹോദരീ സഹോദരന്മാരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ അനുഗ്രഹിക്കണം. അവരുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകണം. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.